നമുക്ക് ഫസ്റ്റ് വരുന്ന കുറേ മണ്ടൻ ഐഡിയകളുണ്ടാവും. ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ക്രൈസിസ് ആണ് ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നുള്ളത്. ആസ് എ ക്രിയേറ്റീവ് ഹെഡ്, ഹൗ ഡു യു ഓവർകം യുവർ ക്രിയേറ്റീവ് ബ്ലോക്ക്? രണ്ട് തരം ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ നോർമലി ഫേസ് ചെയ്യുന്ന ഒരു സാധനം. ഇപ്പോൾ നമ്മൾ ബ്രാൻഡിങ് ചെയ്യണം, ഒരു ക്യാമ്പയിൻ ചെയ്യണം, സോ അതിൽ തന്നെ കുടുങ്ങിപ്പോയി പുതിയ ഐഡിയാസ് വരുന്നില്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ ഫസ്റ്റത്തെ ക്രിയേറ്റീവ് ബ്ലോക്ക് നമ്മൾ ഓവർകം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലയൻറ്റിന് ബ്രീഫ് ഉണ്ടാവും, എന്താണ് ഓരോ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ബ്രീഫുകൾ, അത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്ന പ്രോസസ്സ്. അതിനുശേഷം ഒരു ഡൈവേർജൻ തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഐഡിയ, മണ്ടൻ ഐഡിയകൾ നമ്മൾ ഓൾറെഡി കേട്ടതായിരിക്കും. ഈ ഐഡിയകളെ പിന്നീട് നമ്മൾ ഡൈവേർജൻ പ്രോസസ്സിൽ നിന്ന് നേരെ കൺവേർജൻ പ്രോസസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനം. പെർട്ടിക്കുലർ ഐഡിയകൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ തന്നെ കുടുങ്ങി പോകുന്ന ഒരു പ്രോസസ്സ് വരും. അപ്പോൾ ഇതിന് അവോയ്ഡ് ചെയ്യണമെങ്കിലാണ് ചെറുതും വലുതുമായിട്ടുള്ള ഐഡിയാസിനെ എഴുതി വെക്കുക. അപ്പോൾ ഇതിനിടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമ്മുടെ തോട്ടുകളെ ഒന്നും കൂടി റീപ്രോസസ് ചെയ്യുക, ഒന്ന് കാം ഡൗൺ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ കൺവേർജൻ പ്രോസസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഏതാണെന്ന് മേ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് വീണ്ടും ആ കിട്ടിയ ഐഡിയാസ്, നമ്മളൊരു ആദ്യം എഴുതിയ ബക്കറ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു 20 സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 3 കൺവേർട്ട് ചെയ്യുന്നു. ആ 3ൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാധനം എടുത്തിട്ട് പിന്നെ അതിനെ ഡൈവേർജൻ പ്രോസസ്സിലോട്ട് കൊണ്ടുപോയി നമ്മൾ ടീമിൻ്റെ അടുത്ത് ചോദിക്കാം. അതിൽ തന്നെ ചെയ്യാൻ പറ്റും ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമുക്ക് കിട്ടിയ ഐഡിയ ക്ലയൻറ്റിന് അത്രത്തോളം ഇഷ്ടപ്പെടും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരെ വന്നിട്ട് ദിൽഫിനോട്, ഇതാണ് എൻ്റെ ഐഡിയാസ്, ഇത് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ദിൽഫ് എങ്ങനെയൊക്കെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നോ, ഇതൊക്കെ എനിക്കുള്ള ലേണിങ്സുകളാണ്. അപ്പോൾ അതിന് എനിക്ക് പെർഫെക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് ഐഡിയ സ്ട്രോങ്, വി ക്യാൻ ഗോ അഹെഡ് വിത്ത് ദാറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പ്രൊഫഷണൽ തന്നെ മടുക്കുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇത് മാത്രം ആവരുത് നമ്മുടെ ആക്ടിവിറ്റി. ഇത് പ്രൊഫഷണൽ ലൈഫ് മാത്രമാണ്. നമുക്ക് ഇത് കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ് വേണം. സ്പോർട്സ് വേണം, ഗെയിംസുകൾ വേണം. കൂടുതൽ ബേർഡ്സുകൾ, പെറ്റ്സുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. ട്രാവലിംഗ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എന്നാണ് ഞാൻ പറയും. ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നേച്ചറിനെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത്. നേച്ചറിനാണ് പല കളർ ടോണുകളും പല പാറ്റേൺസുകളും നമുക്ക് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു പ്രൊഫഷണൽ തന്നെ മടുക്കുന്നതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ട് എനിക്ക് തോന്നുള്ളൂ. സോ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക്, ഈ സാധനം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത്, എല്ലാവരും പറയാം എപ്പോഴും സ്വിച്ച് ചെയ്യുക, നിങ്ങളുടെ എന്താ പറയുക എൻവയോൺമെന്റ് സ്വിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് അതിൻ്റെ പെരിഫറൽ ആക്ടിവിറ്റി മാത്രം എൻവയോൺമെന്റ് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ആക്ച്വലി സംഭവിക്കേണ്ടത് നമ്മുടെ ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്.